നന്മക്ക് വേണ്ടി യുവത്വം ഉപയോഗപ്പെടുത്തിയവരെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഉലൈക മിനസ് സ്വാലിഹീൻ, അവരാണ് സുഹൃതധന്യവാന്മാർ, അവരാണ് സ്വാലിഹീങ്ങൾ, അവരാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ യുവത്വം, അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള യൗവനം പടച്ചറബിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഒരു മിനിറ്റ്, നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. മോനവാ, ഞാനൊന്നും തരണ്ടേ? എല്ലാവരോടും കൊടുക്കാൻ പറയണമെങ്കിൽ ഞാൻ ആദ്യം കൊടുക്കണമല്ലോ, അല്ലേ? ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്തത് എന്തിനാ മറ്റുള്ളവരോട് നിങ്ങൾ പറയുന്നത് എന്ന് ഖുർആൻ ചോദിക്കാം. എല്ലാവരോടും തരാൻ പറയണമെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സ അനുഗ്രഹിക്കുമാറാകട്ടെ. നീയും ഇടണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സ സ്വീകരിക്കുമാറാകട്ടെ. എന്താ പേര്? ആക്കിൽ. നല്ല പേരാണ്, ബുദ്ധിമാനാണ്. ആക്കിൽ, ബുദ്ധിമാനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സ നല്ല ബുദ്ധിയും വിവേകവും ഒക്കെ നിലനിർത്തി തരുമാറാകട്ടെ. നല്ല ചെറുപ്പക്കാർ, ഒരുപറ്റം ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഇവിടെ നല്ല കാര്യങ്ങൾക്ക് മുമ്പിലുണ്ട് എന്നത് ശ്ലാഘനീയമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സ അവർക്ക് ആഫിയത്തുള്ള ആയുസ്സിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെ പ്രസവിച്ച ഉമ്മാക്കും അവരെ വളർത്താൻ കഷ്ടപ്പെട്ട ഉപ്പാക്കും അല്ലാഹു അത് കാരണമായി നാളെ വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. എല്ലാവരും ബക്കറ്റ് മുമ്പിലെത്തുമ്പോൾ നല്ല മനസ്സോടെ നല്ല ഒരു സ്വതക്ക് കൊടുത്തുകൊണ്ട് സഹകരിക്കുവിൻ. ഈ സദസ്സ് വിജയിച്ച് ഇതിൽ നിന്ന് ബാക്കി വല്ലതും വരുമ്പോഴാണ് ഇതിന്റെ സംഘാടകരുടെ ലക്ഷ്യം പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനമാകുന്ന പള്ളി അത് വിളക്കണഞ്ഞു പോകാതെ, പ്രകാശമണഞ്ഞു പോകാതെ, വൈദ്യുതി നിലച്ചാലും ഉപകരിക്കുന്ന വിധത്തിൽ പ്രകാശം തെളിയാൻ വേണ്ടി ഒരു ജനറേറ്റർ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. 3,25,000 രൂപ ജനറേറ്റർ വാങ്ങുന്നതിന് വേണ്ടി ചെലവുണ്ട് എന്നാണ് സംഘാടകർ അറിയിച്ചത്. അപ്പൊ ഈ പരിപാടിയുടെ ചെലവുകൾ കഴിഞ്ഞ് മിച്ചം വന്നാലേ അത് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റൂ. ആ ഒരു ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ നല്ല രീതിയിൽ സദസ്സിനോട് സഹകരിക്കണം. അള്ളാഹു നമുക്ക് തന്ന നിഅമത്തിൽ നിന്ന് നാം അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ചറബിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരിമാരുടെ ഭാഗത്തും ബക്കറ്റുമായി പെൺകുട്ടികൾ വരുമ്പോ, വളണ്ടിയർമാർ വരുമ്പോ നല്ല ഒരു സ്വതക്ക നിക്ഷേപിച്ചുകൊണ്ട് ഈ ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുവിൻ, ചിന്തിക്കുവിൻ. നമ്മുടെ യുവത്വം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, പൊരുത്തത്തിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടതുപോലെ നമുക്ക് സാധ്യമായിട്ടുണ്ടോ?